അല്ലോ ഇന്ന് അച്ഛന് എന്തെല്ലാം ഫുഡ് അറിയണമല്ലോ. അപ്പൊ കടലയും മില്ലറ്റും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പൊ കടലയും ഇതിലും മില്ലറ്റ് ഉണ്ടാ. മില്ലറ്റും ഇന്നലെ രാത്രി പുതിർത്ത് വെച്ച് ഞാൻ എന്താ 6 മണിക്കൂർ മില്ലറ്റ് പുതിർക്കണമല്ലോ, എന്നാലേ നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ കഴിയും. പിന്നെ കുറച്ച് ഉപ്പ് കൂടിപ്പോണ്ടാന്ന് വെച്ചിട്ടാണ് ഈ കുറച്ചായിട്ട് ഇടുന്നത്. കൂടിയ പ്രശ്നമാവൂലേ, എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഉപ്പ് കൂടല്. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ഇതിന് കുറച്ച് നല്ലോണം ഇടും, ഈ മില്ലറ്റിനായതുകൊണ്ട്. അതിന് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഇത് അച്ഛന് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര ലേശം. നമുക്ക് ഓൾറെഡി കടലയും അരിയും ഉണ്ടാക്കിയതാ. അത് രണ്ടും ഒരേ ദിവസം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ദോശയെല്ലാം ചുടുമ്പോൾ പണിയല്ലേ. അതുകൊണ്ട് എന്നിട്ട് ഈ കുക്കറിൻ്റെ മൂടി ഇടാം. കുക്കറ് മൂടി എൻ്റെ കൈയിൽ നിന്ന് താഴെ വീണിട്ട് എൻ്റെ കൈ പൊട്ടി. ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ അപ്പോൾ ഇപ്പം ഇങ്ങനെ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഗ്യാസ് കത്തിക്കാം. ഇതിൻ്റെ പണിയൊന്നുമില്ല. എന്നിട്ട് ഇനി 3 വിസിലായിട്ടാകുമ്പോൾ ഇതിന് ഓഫാക്കാം. അപ്പോൾ കുക്കർ വിസിലടിച്ചു, 3 പ്രാവശ്യം അടിച്ചു. പിന്നെ ഇതിൻ്റെ ഗ്യാസ് പോയി. ഇത് കൈയില്ലാത്തതുകൊണ്ട് വലിയ പണി തന്നെ. ഇതിങ്ങനെ പിടിച്ചിട്ട് എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ എൻ്റെ കൈക്ക് ആവി കയറൂലേ. ഇതാ കടലയും മില്ലറ്റും. ഇനി കടുക് വറുത്തിടണം. ഓക്കെ, കടുക് വറുത്തിടാൻ നോക്കുമ്പോഴത്തേക്ക് കടുകില്ല. അങ്ങനെ 15 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞിട്ട് 2 പേർക്ക് കടുക് വന്നു. അത് 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. 8 മിനിറ്റ് 7 മിനിറ്റ് നേരത്തെ എത്തുന്നു. 8 മിനിറ്റ് 7 മിനിറ്റിലെത്തുന്നു. നമുക്ക് എന്തെങ്കിലും അർജൻറ്റ് സാധനം വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടല്ലോ, ഇങ്ങനെ ആക്കാലോ. ഇത് സാധാരണ നമ്മൾ കടലേരി ആക്കുന്ന പോലെ തന്നെ. ഇത് നമ്മളെ കാസർഗോഡേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ എണ്ണ ഒഴിക്കാം, പിന്നെ കടുക് ഇടാം. പിന്നെ ഇതിൽ ഉണക്കം മുളക് ഇടലുണ്ട്. പക്ഷെ അച്ഛന് മുളകൊന്നും അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ ഇപ്പം, അതുകൊണ്ട് മുളക് ഇടലില്ല. പിന്നെ ഇതിനെ അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഫുള്ള് പൊട്ടിയിട്ട് ഗ്യാസിലെല്ലാം തെറിക്കുമല്ലോ. അങ്ങോട്ട് അടിപൊളിയായിട്ടില്ലേ. ഇത് നല്ല ടേസ്റ്റാണ്, നമ്മളെ കടലേരി മാതിരി തന്നെ. കടുക് പൊട്ടുന്നുണ്ട്. അപ്പൊ കടുകെല്ലാം പൊട്ടിയിട്ടായിട്ടതാ. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇടുമ്പോഴും അങ്ങനെ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ തെറിക്കും. പിന്നെ ഒരു മിനിറ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു ചൂട് ചീനച്ചട്ടി എങ്ങനെ പിടിക്കുന്നത്, ഇത് തുണിയില്ലാതെ പിടിക്കുന്ന എങ്ങനെയെന്ന്. അപ്പം ഇതില്ലേ ചെറിയ ഗ്യാസാണ്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാം, ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കടലയും മില്ലറ്റും റെഡി. മാവട്ടെ, അങ്ങനെയുണ്ട് കടലയും മില്ലറ്റും. അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഉച്ചക്ക് മില്ലറ്റ് കഞ്ഞി ഉണ്ടാക്കാം. ഇത് പുതിർത്ത് വെച്ച മില്ലറ്റ് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കുറേ കൂടുതൽ വേണ്ട, കുറേ അധികമായാലേ കഞ്ഞി നല്ലോണം വെള്ളമായിക്കും. രാവിലത്തെ കടലയും മില്ലറ്റ് അച്ഛന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിനിപ്പോൾ ഇതിൽ ഒരു 10-15 മിനിറ്റ് അതിൽ ഇത് റെഡിയാവും. പിന്നെ ഉപ്പിടണം, തേങ്ങ ഇടണം. അപ്പം അത് തിളക്കട്ടെ. ഇപ്പം മില്ലറ്റ് കഞ്ഞി റെഡിയായി. പക്ഷേ ഇതിൽ ഉപ്പിട്ടില്ല, അതുകൊണ്ട് ഉപ്പിടുന്നു. അത് കുറച്ചിട്ടാൽ മതി, കുറേയൊന്നും വേണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഇത് ശരിക്കും ഇത്ര മതി. ഇത്ര ആയെങ്കിൽ നമുക്ക് തൈര് സാമ്പാറെല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനെന്ത് ചെയ്യുന്നറിയാം, കുറച്ചൊരു നുള്ളിൽ തേങ്ങയിടും. അതൊരു മേമ്പൊടിക്ക് ഇരിക്കട്ട് അല്ലേ. അപ്പോൾ കഞ്ഞിയും റെഡി.
പിന്നെ ഞാനില്ലേ സലാഡാക്കും. സലാഡ് കണ്ട ഇതിലെന്തെല്ലാം ഇട്ടത് അറിയോ? ക്യാരറ്റ്, കുക്കുംബർ, ആപ്പിള്, മുന്തിരി. ഇനി ഇതിൽ കുറച്ച് ഓയിലോ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല കുഴച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബാവട്ടാ കഞ്ഞി കഴിച്ചു നോക്ക്, എന്നിട്ട് അങ്ങനെ ഉണ്ട് കറി. അങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ മില്ലറ്റിന്റെ രാത്രിയത്തെ ഭക്ഷണം. അപ്പൊ ഫ്രൈങ് പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഉഴുന്നും മില്ലറ്റും അരച്ചത്, അത് നമ്മ സാധാരണ അരി ഉഴുന്നും അരക്കയില്ലേ, അതേപോലെ തന്നെ അത് അരച്ചിട്ട് ഞാൻ വെച്ചതുണ്ടായിന് എൻ്റെ അടുത്ത്. അപ്പൊ അത് ദോശയാണ്. ഇത് ഫ്രൈങ് പാൻ ചൂടായി തോന്നുന്നുണ്ട്. അപ്പൊ ഫ്രൈങ് പാൻ നല്ലപോലെ ചൂടായിട്ടാകുമ്പോൾ നിങ്ങൾ സാധാരണ ദോശ ചൂടുന്നില്ലേ, അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ദോശയാവണം, എന്നാലേ അച്ഛന് ഇഷ്ടാവും. ദോശ ചൂടാൻ പിന്നെ നിനക്ക് അറിയുമല്ലോ ഏത് ദോശ ചൂടാൻ ഇഷ്ടം, നീർദോശ ഉഴുന്ന് ദോശ? നീർദോശ ആകുമ്പോ കുറച്ച് പണിയില്ലത് കൊണ്ട് അത് ഇഷ്ടം ഉണ്ടായില്ല, ഇനി സമയം എടുക്കുമല്ലോ. അടിപൊളി ദോശയായി. കണ്ട അടിപൊളി ദോശ മില്ലറ്റിന്റെ. അപ്പൊ ഇനി അച്ഛന് കൊടുക്കാം. അപ്പോൾ ദോശ റെഡി. അങ്ങനെയുണ്ട് പാവട്ട മില്ലറ്റ് ദോശ? അതൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ഇന്ന് രാവിലെ കടലയും മില്ലറ്റും, ഉച്ചക്ക് മില്ലറ്റ് കഞ്ഞി, ഇപ്പൊ രാത്രി ദോശ. ഓക്കെ അല്ലേ?